ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. എന്നോടൊപ്പം ജഷീർ പള്ളിവേലുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ വാർഡിന്റെ മെമ്പർ കൂടിയാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണല്ലേ. എന്തായാലും സ്വാഗതം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ? ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നല്ല ശക്തമായ ഒരു പ്രചാരണമാണ്. ഈ ചൂടിന്റെയൊക്കെ കാഠിന്യമൊക്കെ മറികടന്നിട്ടുള്ള ഒരു ശക്തമായ ഒരു പോരാട്ട ഭൂമികയിലാണുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിമാനമായ ഇന്ത്യയുടെ രാജകുമാരൻ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുകയാണ്. അതിന്റെയൊക്കെ വലിയ സന്തോഷത്തിലാണ് വയനാടൻ ജനതയുള്ളത്. ഒപ്പം ഞങ്ങൾ ഇവിടെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം മേഖലയെക്കുറിച്ചും ഒപ്പം തന്നെ അവിടുത്തെ പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ തന്നെ അവരോട് ചോദിക്കുകയും ഒപ്പം തന്നെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് മോർണിംഗ് ഷോ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഒപ്പം ജഷീർ എന്തായാലും ഇവിടുത്തെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നിരവധി സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി, അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾ വർഷങ്ങളിലായി കാലങ്ങളിലായി നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഇവരുടെ പുനരധിവാസം മാറി മാറി വന്ന ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെന്റുകൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ പുനരധിവാസത്തിന് ഒരു പുൽനാമ്പ് പോലും എടുത്തു വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ രാവിലെ 7 മണിക്ക് 5 മണി 6 മണിയോടുകൂടി എഴുന്നേറ്റ് ചപ്പുകാട്ടിൽ വരുന്നു. ചപ്പു പറിക്കുന്ന സ്ത്രീകള്, അതോടൊപ്പം തന്നെ അത് വെയിലായാലും മഴയായാലും കാറ്റായാലും കൊടുങ്കാറ്റായാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ആളുകളാണുള്ളത്. പക്ഷെ അവരെ പ്രതിസന്ധികൾക്കൊരു മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളെ എംപിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള അതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഈ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അതോടൊപ്പം തന്നെ ഈ ഡിവിഷനൊക്കെ പ്രതിദാനം ചെയ്യുന്ന മെമ്പറാണ് റഫീഖ. ഈ തോട്ടം മേഖലയിലെ സൂപ്പർവൈസർ ജോലി കൂടി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. അദ്ദേഹം നിരന്തരം ഈ വിഷയങ്ങളിലുമായൊക്കെ ബന്ധപ്പെടുന്നതാണ്. രാഹുൽ ഗാന്ധി എംപിയെ സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയ്ക്ക് പ്രത്യേകം ഒരു പാക്കേജ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വർഷങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിൽ ഈ പ്രദേശത്തൊക്കെ സന്ദർശിച്ചൊരു വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കമിടുന്നത് നോമിനേഷൻ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിറങ്ങിയത് തോട്ടം മേഖലയിലാണ്. ഇതിന്റെ ഹൃദയ ഭാഗത്താണ് ഹെലികോപ്റ്റർ വന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെയൊക്കെ നേരിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനും ഇത് പാർലമെന്റിൽ എത്തിക്കാനും അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ സാധ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, അതായത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, അതായത് ജഷീറിന്റെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയാം. അപ്പം ആ ഒരു കാരണം, അതായത് അത് വ്യക്തമായി തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി നിന്ന് പറയാൻ അത് ഏവർക്കും പറ്റുമെന്ന് തോന്നുകയും ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി നിരവധി തവണ ഇത്തരത്തിൽ ഒരു പുനരധിവാസ പാക്കേജ് അടക്കം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങൾ വളരെ രൂക്ഷമാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തോന്നുന്നുണ്ട്. ഈ ഗവൺമെന്റുകൾ അവരുടെ ഇപ്പോ പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റിന്റെ വലിയൊരു പരാജയമാണ് ഇത്തരത്തില് പ്രതിസന്ധി അനുഭവിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തെ ഒരു തെല്ലും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളോ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ 2ാമത്തെ തവണയാണ് ജനപ്രതിനിധിയാവുന്നത്. ആദ്യം മത്സരിക്കുന്നത് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഡിവിഷനിലാണ്. 2ാമത്തെ തവണയാണ്, അതും ഒരു തോട്ടം മേഖലയാണ്. ഈ തോട്ടം മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നേതൃത്വം തയ്യാറാകുന്നില്ല. അത് നമ്മളെ ഒരു വലിയ ആശങ്കയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇവരുടെ വിഷയങ്ങൾ ബന്ധപ്പെട്ട മേഖലകളിൽ നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ്. ബഹുമാനായ പ്രസിഡന്റായിരുന്ന സമയത്ത് FA റഫീഖ് പ്രസിഡന്റ് കൃത്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട തദ്ദേശ മേഖലയിലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഇവർക്ക് പാക്കേജ് എന്നത് പ്രഖ്യാപിത നയമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവർക്കുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് കൊടുക്കുന്ന ഒരു സൗകര്യങ്ങൾ കൂടുതൽ. പിന്നെ നമ്മുടെ പാടിയിലെ അസൗകര്യങ്ങളൊക്കെ
താമസ സൗകര്യങ്ങളൊക്കെ ഇന്നും ബ്രിട്ടീഷുകാർ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ആ കാലത്തുള്ള പിന്നെ കാര്യങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. അതായത് വടകര നിലനിർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ജനങ്ങൾ തീരുമാനമെടുത്ത പോലെ അനുഭവപ്പെടുന്ന രീതിയിലാണ്. ഒപ്പം തന്നെ വീഡിയോ ഇല്ലെന്നുള്ള ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ പറയേണ്ടി വന്നുവെന്നും ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ തനിക്ക് ഉമ്മയില്ലേ എന്ന് വരെ ചോദിക്കുകയും ചെയ്തു. വ്യാജ വീഡിയോ ചർച്ചയുടെ ഗുണം തനിക്ക് വേണ്ട എന്നും ഷാഫി പറമ്പിൽ ന്യൂസ് 8 വ്യക്തമാക്കുകയാണ്. എന്തായാലും ആ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം നമുക്ക് തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങളിലേക്ക് വരാം, അവരുടെ പ്രതികരണങ്ങളിലേക്ക് വരാം.